പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം എന്റെ 27-28 വാക്യങ്ങൾ. എന്നാൽ പിതാവി അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും നമ്മൾ ധനവാന്റെയും ലാസറിനുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ധനവാനെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ ജീവിത പരാജയങ്ങളും അദ്ദേഹം ആ യാതന സ്ഥലത്ത് ചെല്ലാൻ കാരണമായതിന്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നും ആ ഭാഗത്തും നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നരകത്തിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അഥവാ യാതന സ്ഥലത്ത് കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ധനവാന്റെ 2ാമത്തെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ച ദൈവവചനം. 1ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ലൂക്കോസ് 16-24 അല്ലെങ്കിൽ അബ്രഹാം പിതാവി എന്നോട് കനിവുണ്ടാകണമേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ എന്ന്. അത് 1ാമത്തെ പ്രാർത്ഥന. 2ാമത്തെയാണ് നമ്മൾ വായിച്ചത് 27-ാം വാക്യം. അല്ലെങ്കിൽ എന്നാൽ പിതാവി അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് അപ്പന്റെ വീട്ടിൽ അയക്കുന്നത്? 5 സഹോദരന്മാർ അവന് ഭൂമിയിലോട്ട്, അവരുടെ ഭാര്യമാരും മക്കളും അവരുടെ ബന്ധുമിത്രാദികളും ഒക്കെ ഉണ്ട്. അവരാരും ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ ഈ ധനവാൻ കിടന്ന് പ്രാർത്ഥിക്കുന്നത് യാതന സ്ഥലത്ത് കിടന്നാണ്. പ്രൈസലോ. അദ്ദേഹം ഭൂമിയിൽ പട്ടും ധൂമറവസ്ത്രവും ധരിച്ച് ആഡംബര സുഖജീവിതം നയിച്ച കാലഘട്ടത്തിൽ ഈ ധനവാൻ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? മരിച്ചതിന് ശേഷം യാതന സ്ഥലത്ത് ചെന്ന് തന്റെ ആത്മാവ് അവിടെ കിടന്ന് കഠിന വേദന അനുഭവിക്കുമ്പോൾ ആ ജ്വാലയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രാർത്ഥന വേണമെന്നും ദൈവമുണ്ടെന്നും അല്ലെങ്കിൽ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഈ യാതന സ്ഥലത്തേക്ക് വരരുതെന്നും അവർ ലാസറിനെ പോലെ അബ്രഹാമിന്റെ മടിയിലേക്ക് അഥവാ സ്വർഗരാജ്യത്തിലേക്ക് എത്തണം, ദൈവത്തിലേക്ക് എത്തണം എന്നുള്ള ചിന്തയൊക്കെ വന്നത് ഇവ യാതന സ്ഥലത്ത് ചെന്നപ്പോഴാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഒരു സഹോദര സഹോദരി, ഇന്നും പകലും പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും നിന്റെ കുടുംബത്തെ ക്രമീകരിക്കുവാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അവയൊക്കെ നീ മറന്നിട്ട് ഗണ്യമാക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നടക്കുന്ന ശ്രോതാവി, നീ ഒരു സമയത്ത് ഈ യാതന സ്ഥലത്ത് ഈ ധനവാൻ കിടക്കുന്ന അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. ആ നരകത്തിൽ ചെന്ന് കിടന്ന് നിലവിളിച്ചതുകൊണ്ട് ഭൂമി ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരിക്കലും രക്ഷ കിട്ടിയില്ല. ഹല്ലേലൂയ. അതേസമയത്ത് ഈ ധനവാൻ ഭൂമിയിലായിരുന്നപ്പോൾ, ഇവിടെ സുഖലോലുപ ജീവിതം നയിച്ചപ്പോൾ, അവൻ ക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെയും കൂടെ രക്ഷയിലേക്ക് നടത്തേണ്ടിവൻ അതിന് തുനിയാതെ പണത്തിന്റെ ഹുങ്കാരത്തിൽ തന്റെ ആഡംബര ജീവിതത്തിൽ തനിക്കുള്ള മഹിമയിൽ മഹത്വത്തിൽ താൻ ഭൂമിയിലെ പ്രഭാവം ഏറ്റെടുത്തു നടന്നു. ഹല്ലേലൂയ. അതവനെ നരകത്തിലേക്ക് എത്തിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇവിടെ നിനക്ക് കോടാനുകോടി രൂപം കാണും, പ്രതാപം കാണും, അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് മഹിമ കാണും. നിന്നെ ആനയിച്ചുകൊണ്ട് നടക്കുവാൻ, നിന്നെ ചുമന്നുകൊണ്ട് നടക്കുവാൻ അനവധി ആളുകൾ കാണും. നിനക്ക് ചുറ്റും നിന്ന് ഓശാന പാടാൻ ആള് കാണും. നിന്നെ വെഞ്ചാമ്പരം വീശി കൊണ്ടു നടത്താൻ ആള് കാണും. നിന്നെ ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റി നടത്തുവാനൊക്കെ ആള് കാണും. ഹല്ലേലൂയ. നിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ച് നീയാണ് വരുവൻ. നിന്നെ ഉയർത്തി വിളിക്കത്തക്ക പോലെ, നിന്നെ ഉയർത്തി പറയത്തക്ക പോലെ പലരും നിനക്ക് ചുറ്റിലും കാണും. അങ്ങനെ രക്ഷകര് നിനക്ക് കാണും. ഹല്ലേലൂയ. നിനക്ക് പ്രൊട്ടക്ഷൻ തരുന്ന അനവധി ആളുകൾ കാണും. നീ അങ്ങോട്ട് യാത്ര ചെയ്താണ് നിന്റെ മുമ്പും പുറകും ഒക്കെ നിന്നെ സംരക്ഷിക്കുവാൻ ആളുകൾ കാണും. ഹല്ലേലൂയ. അതെല്ലാം ഭൂമിയിൽ മാത്രമാണ്. നീ ഓർത്തോണം, നിനക്കൊരു മരണം ദൈവം വെച്ചിട്ടുണ്ട്. ധനവാൻ മരിച്ചതുപോലെ ഒരിക്കൽ നീ മരിച്ച് ആ മരണാനന്തര ജീവിതം എവിടെയാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ധനവാന്റെ കഥ, ധനവാനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞത്, ഈ ഞാൻ നീയും പരിജ്ഞാനത്തോടെ സുബോധത്തിന്റെ ആത്മാവിലേക്ക് മടങ്ങി വന്ന് മരണാനന്തര ജീവിതമുണ്ടെന്ന്, ആ ജീവിതം നിത്യ നരകത്തിൽ പോകാതെ നീ നിത്യമായ രാജ്യത്തെ കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവൻ പറയാ, അബ്രഹാം പിതാവി, അല്ലെങ്കിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാത്ര സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. ആര്? ലാസർ സാക്ഷ്യം പറയട്ടെ.
എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മരിച്ചവർക്ക് ആർക്കും എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തി പോലും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിച്ചുപോയ വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റില്ല. ആദ്യ ഫലം യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു മാത്രമേ മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ബാക്കി ആരും മരിച്ചു ഉയർത്തെഴുന്നേറ്റവരല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലേ? തബീത ഉയർത്തെഴുന്നേറ്റില്ലേ? ഐറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റില്ലേ? നൈലിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റില്ലേ? നമ്മൾ ചോദിച്ചേക്കാം. ശരിയാണ്, അവരൊക്കെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ വീണ്ടും അവർ മരിച്ചു. എന്നാൽ മരിച്ചവരിൽ ആദ്യപരമായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നവൻ യേശുക്രിസ്തു മാത്രം, ഏകൻ മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കൊരു മരണം വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും നമ്മുടെ സഹോദരങ്ങളെ, ബന്ധുപുത്രാദികൾ ഒന്നും നമുക്ക് രക്ഷിപ്പാൻ കഴിയില്ല. അപ്പൊ നരകത്തിൽ നിന്നോ പാതാളത്തിൽ നിന്നോ യാചിക്കുന്ന യാതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ കാണത്തില്ല, ഇവിടെ കള്ളും കുടിച്ച് വെള്ളം പിടിച്ച് അവിടെ ബ്ലേഡ് നടത്തി കൊള്ളപ്പലിശ വാങ്ങി തല്ലു വടി വെട്ടും രക്തപ്പൊരിച്ചിലും ഒക്കെ നടത്തി രാഷ്ട്രീയത്തെ ഭിന്നാകരണം കൊട്ടേഷങ്ങളും ഉണ്ടാസങ്ങളും ഭൂമി ബ്ലേഡുമായി ഇവിടെ ഒക്കെ ആയിട്ട് നടന്നിട്ട് ഹല്ലേലൂയ ആമേൻ സമൂഹത്തിൽ എല്ലാം കൊള്ളരുതായ്മ ചെയ്തിട്ട് ആളങ്ങോട്ട് മരിച്ചു കഴിയുമ്പോഴത്തേന് ആ വ്യക്തിയുടെ ശവസംസ്കാര ശുശ്രൂഷ ചെല്ലുമ്പോൾ എന്തെല്ലാമാണ് വാരിക്കൂരി പറയുന്നത്. ആ മനുഷ്യൻ പോലും കേൾക്കാതെ, ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആ ബോഡിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എന്തെല്ലാമാണ് ഓരോരുത്തർ വലിച്ചങ്ങോട്ട് അഴിച്ചിടുന്നത്. ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ മനുഷ്യന് വേണ്ടിയിട്ട് എന്തെല്ലാം കർമ്മങ്ങളാ ചെയ്യുന്നേ. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ നീ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ്, നീ ജീവിച്ചിരിക്കുമ്പോൾ നല്ലവനായി നല്ലവളായി ജീവിച്ച് ദൈവപ്രസാദമുള്ളത് ചെയ്ത് നീ മരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിന്റെ ആത്മാവും നിത്യതയിലെത്തും. അല്ല, നീ ഇവിടെ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ധനവാൻ കിടക്കുന്നിടത്ത് നിന്റെ ആത്മാവ് ചേരും. അവിടെ നിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ചാർച്ചക്കാരും നിന്റെ ഉറ്റവരും ഉടയവരും നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ ഭർത്താവോ നിന്റെ അപ്പനോ അമ്മയോ നിന്റെ സഭയോ സമുദായമോ നിനക്ക് വേണ്ടി എന്തെല്ലാം കർമ്മം ചെയ്താലും മരിച്ചുപോയി നിന്റെ ആത്മാവിന് നിത്യമോക്ഷം കൊടുക്കുവാൻ ആർക്കും കഴിയില്ല. മരിച്ചുപോയി നിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ ആർക്കും കഴിയില്ല. ജീവനോടെ ഇരിക്കുമ്പോൾ സുബോധാത്മാവിനെ പ്രാപിച്ച് നാം അത് തിരിച്ചറിഞ്ഞ് പ്രാപിക്കരുതാണ്. എല്ലാവരും മരിച്ചതിന് ശേഷമാണ് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ ആ കുടത്തിനകത്ത് വെള്ളം നിൽക്കത്തില്ല. ആ വെള്ളം കുടത്തിന് പുറത്തോട് ഒഴുകിപ്പോകും. വാഴ വെട്ടിയിട്ട് കൊണ്ട് പിണ്ടിക്ക് വളവിട്ടാൽ പിന്നീട് വാഴപ്പിണ്ടി കായ്ക്കത്തില്ല. ആ പിണ്ടി കളിച്ച് പിന്നെ കൊല തരത്തില്ല എന്ന് പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താലും സ്വഭാവേ ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ധനവാന്റെ 5 സഹോദരന്മാരുടെ കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് വേണ്ടി ധനവാന് വേണ്ടിയിട്ട് അന്നത്തെ ആചാരം ഇന്നത്തെ ആ ക്രമം അനുസരിച്ച് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ധനവാന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് വേണം സ്വർഗത്തിലേക്ക് അയക്കാമായിരുന്നല്ലോ. ഹല്ലേലൂയ. അതിനുപോലും കഴിയാതെ വന്നത് കൊണ്ടല്ലേ, അതിനുപോലും കഴിയത്തില്ലെന്ന് അവൻ ഈ ധനവാന് മനസ്സിലായതുകൊണ്ട് അവൻ സുബോധം വന്നപ്പോഴാണ് അവൻ ഈ നരകത്തിൽ കിടന്നുകൊണ്ട് ഈ യാത്ര സ്ഥലത്തിൽ കൊണ്ട് അവന്റെ ആത്മാവ് നിലവിളിക്കുക, അബ്രഹാം പിതാവേ ലാസറിനെ എന്റെ ഭവനത്തിലേക്ക് അയക്കണം, അവൻ ചെന്ന് സാക്ഷ്യം പറയട്ടെ. ഹല്ലേലൂയ. എന്റെ 5 സഹോദര കുടുംബം ആരും ഈ സ്ഥലത്ത് വരുന്നത്, ഞാനോ ഇവിടെ കിടന്ന് ജാലയിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുന്ന എന്റെ സഹോദരങ്ങൾ ആരും വരരുത്. ഇതൊക്കെ സുബോധത്തിന്റെ ആത്മാവിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ തന്ന വചനമല്ലേ. ഇത്രയും കാലം ഈ വചനം കേട്ടിട്ട് നീ മാനസാന്തരപ്പെടാതെ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നെങ്കിൽ ഇനിയും സഹോദര അധികം നാളുകൾ നിനക്കില്ല. അടുത്തൊരു നിമിഷം നീ ഭൂമി കാണുമോ ഇല്ലയോ എന്ന് പോലും നിനക്കറിയില്ല. ഏത് സമയത്തും മരണം നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. അതിനു മുമ്പേ നീ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ നരകത്തിൽ കിടന്നോ പാതാളത്തിൽ കിടന്നോ യാചിക്കുന്ന യാതൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്നത്. ഇബ്രാഹിം ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയുള്ളു നമുക്ക്. ഹല്ലേലൂയ. അപ്പൊ മരണാനന്തരം മനുഷ്യന്റെ പിന്നെ ഒരു ഉയർപ്പ് ഹല്ലേലൂയ ഉള്ളത് ന്യായവിധിക്ക് വേണ്ടി മാത്രമാകട്ടോ. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവി, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ നീ അതിനെ തഴഞ്ഞു കളയരുത്. ഹല്ലേലൂയ. നീ തഴഞ്ഞു കളയുന്ന ഓരോ നിമിഷങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടം കടന്നു വരികയാണ്.
ഇബ്രാഹിം 9:27 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി പാപം വഹിപ്പാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പൊ മാനകുലത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരമായി യേശു ഒരിക്കൽ ഭൂമിയിൽ വന്നു. മാനകുലത്തിന് മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു. ഇനി യേശു രണ്ടാമത് വരും. യേശു രണ്ടാമത് വരുന്നത് ആദ്യം മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഒന്ന് മരിച്ചവർ മരിക്കാനല്ല, പാപത്തെ ഏറ്റുപറഞ്ഞ് സുബോധാത്മാവ് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്റെ വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ ചേർക്കാൻ അവൻ പാപം കൂടാതെ രണ്ടാമതും മേഘത്തിൽ പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ നരകാഗ്നിയിൽ കഷ്ടങ്ങൾ സഹിച്ചു വേദനയോടെ കൂടി സ്വർഗത്തെ നോക്കി വിലപിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. നരകത്തിൽ കിടന്ന് യാതന അനുഭവിച്ചുകൊണ്ട് കഷ്ടം സഹിച്ചുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് ഈ ധനവാൻ സ്വർഗത്തേക്ക് നോക്കിക്കിടന്ന് നിലവിളിക്കുക. ആ നിലവിളിയുടെ നടുവിൽ ഒരു തുള്ളി വെള്ളം തൊട്ടവന്റെ നാവിനെ തണുപ്പിക്കാൻ പോലും ആർക്കും കഴിയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ചിലർ ഹല്ലേലൂയ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കും, ചിലർ തങ്ങളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ ആയാലും നരകത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. ചിലര് സ്വന്തം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലർ മറ്റുള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ ധനവാൻ കിടന്ന് നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന പോലെ പലരും നിലവിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷ സമയത്ത് അല്ലെങ്കിൽ പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ കാഴ്ച കൊടുത്ത് അവൻ കാഴ്ച പ്രാപിച്ചിട്ടും അന്നത്തെ യഹൂദന്മാർക്ക് അത് മനസ്സിലാക്കാനോ യേശുവിനെ വിശ്വസിക്കുവാനോ കഴിയുന്നില്ല. ഹല്ലേലൂയ. അവർ കുരുടനായനെ വിളിച്ച് ശാസിക്കുന്നു, അവനെ ചോദ്യം ചെയ്യുന്നു, അവസാനം മാതാപിതാക്കളെ വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പല വിധത്തിൽ ചോദ്യം ചെയ്യുക. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവസാനം ഈ മനുഷ്യനെ വിളിച്ച്, ഈ കുരുടനായ മനുഷ്യനെ, ഈ കാഴ്ച ലഭിച്ച മനുഷ്യനെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 21-ാമത്തെ വാക്യം, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിത, ഇന്ത്യന്റെ ഹൃദയത്തിന്റെ ആന്തർഭാഗത്തേക്ക് വചനം ഇറങ്ങി വരട്ടെ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. പിന്നെ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പൊ എന്നും ദൈവഭക്തനായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന മാത്രമേ സ്വർഗം കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പെണ്ണും പിടിച്ച് കള്ളും കുടിച്ച് പണത്തിന് വേണ്ടി, പൊന്നിന് വേണ്ടി, നിലത്തിന് വേണ്ടി, മണ്ണിന് വേണ്ടി, അക്രമത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, എന്ന് വേണ്ട സകല ദൂർത്തിനും വേണ്ടിയിട്ട് നീ ഇവിടെ ഇഷ്ടംപോലെ നടന്ന് പാപം ചെയ്തിട്ട് നീ കൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്ന് മെഴുതിരി കത്തിച്ചത് കൊണ്ടോ, നീ അമ്പലത്തിൽ പോയി നേർച്ച കാഴ്ച നടത്തിയത് കൊണ്ടോ, നീ മോസ്കിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടോ, നീ തീർത്ഥാടനം നടത്തിയതുകൊണ്ട്, മലകൾ കയറി ഇറങ്ങിയത് കൊണ്ടോ, അല്ലെങ്കിൽ നീ വിശുദ്ധ വേദപുസ്തകം നിന്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടോ, ഭവനത്തിൽ നീ വേദപുസ്തകം സൂക്ഷിച്ചത് കൊണ്ടോ, ഇതെല്ലാം കേട്ടും നിനക്ക് യാതൊരു പ്രയോജനവുമില്ലെന്നാണ്. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വരുത്തണം. ഹല്ലേലൂയ. നീ ചെയ്തു കൂട്ടിയ സകല അക്രമങ്ങളും നീ ദൈവത്തോട് ഏറ്റുപറയണം. ജന്മനാ നിന്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഞാൻ അകൃത്യത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി എന്നാണ് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. ജന്മ പാപം തൊട്ട് നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തണം. ഹല്ലേലൂയ. പാപത്തെ പരിഹരിക്കുവാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ ഇതിന്റെ പാപത്തിന് ശുദ്ധീകരണം നൽകാൻ കഴിയുള്ളൂ മാതാവേ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ധനവാൻ യാതന സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്നത് പോലെ നീ നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്താ യാതന സ്ഥലത്ത് കിടക്കുന്ന ധനവാൻ ഭൂമിയിലായിരുന്നു ധനവാൻ. ഇപ്പം നരകത്തിലാരാ? യാതന സ്ഥലത്ത് പുള്ളി ആരാ? പാപിയാ.
ഭൂമി ഭയങ്കര ധനവാനായിരുന്നു. അല്ലെ, പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനംപ്രതി സുഖിച്ചുകൊണ്ടിരുന്നവൻ, ആഡംബര ജീവൻ നയിച്ചവനാ. ഇപ്പൊ നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ധനവാനുള്ള പേര് പോയി, പട്ടും ധൂമ്രവസ്ത്രവും പോയി, ദിനംപ്രതി ആഡംബര ജീവിതം നയിച്ച് സുഖിച്ച അനുഭവങ്ങളെല്ലാം പോയി. ഇപ്പൊ നരകത്തിലൊന്നും ഒന്നുമില്ല. അല്ലെങ്കിൽ പുള്ളി ഭൂമിയിലായിരുന്നു, പുള്ളിയുടെ പ്രജകളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരുപാട് ആളുകൾ കുടുംബത്തിൽ പുള്ളിയുടെ സന്തോഷം കാണാൻ പുള്ളിയുടെ ഒപ്പം സന്തോഷിക്കാൻ ഒരുപാട് പേര് വന്നു. ഇപ്പൊ നോക്കി യാതൊരു സ്ഥലത്ത് ആരുമില്ല, പുള്ളി തന്നെയാ. ഇപ്പം പുള്ള പേര് പാവിയെന്നാ. ഭൂമിയിൽ പുള്ള പേരെന്തായാലും ധനവാൻ. ഇപ്പൊ യാതൊരു സ്ഥലത്ത് പുള്ള പേരെന്താ? പാവി. അല്ലേരിയ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവൻ കണ്ടോ, ഭൂമിയിൽ അല്ലിയ ധനവാന്റെ മേശങ്കിൽ വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് അല്ലേരിയ ദൈവഭക്തനായിരുന്ന അല്ലേരിയ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത ദൈവഹിതം പറഞ്ഞ് മനസ്സിലാക്കി ജീവിച്ച ധനവാന്റെ പ്രാർത്ഥനയല്ല ദൈവം കേട്ടത്. അല്ലേരിയ സ്തോത്രം, അല്ലേരിയ സ്തോത്രം. അവിടെ കേട്ടത് ലാസറിന്റെ പ്രാർത്ഥനയാണ്. അല്ലേരിയ. ഈ ധനവാന് ഇന്ന് ദൈവത്തിനായി, ദൈവവിശുദ്ധനായി, ദൈവം ഇഷ്ടം ചെയ്ത് ദൈവത്തിനായി ജീവിച്ചവനല്ല. അങ്ങനെ ജീവിച്ചത് ലാസറാ. ആ ലാസറിന്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. അപ്പൊ നമ്മൾ നോക്കും, ധനവാനും ഒരുപക്ഷെ ദൈവഭക്തനായി അല്ലേരിയ ദൈവമുള്ളവരായി ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ച് കാണുമായിരിക്കും. അല്ലേരിയ. ചിലരൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലേരിയ, ആ പുള്ളിക്ക് നിത്യത കിട്ടിയില്ല, കിട്ടത്തില്ലെന്നേ. പുള്ളി ഇവിടെ ആയിരുന്നപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മാനസാന്തരം കിട്ടിയേനെ. എന്നെ കേൾക്കുന്ന ധനവാന്മാരോട് പറയുന്നത്, കേരളത്തിനും ലോക രാജ്യ ധനവാന്മാർ കോടീശ്വരന്മാരോട് പറയട്ടെ, കോടികളുടെ പുറത്താണ് നീ കിടന്നുറങ്ങുന്നെങ്കിൽ നിനക്ക് ജീവിക്കാൻ എല്ലാ സുഖരൂപങ്ങളുണ്ട്, നിന്നെ എടുത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ ആളുണ്ടെങ്കിലും, ഇവിടെ നിന്റെ പേര് ധനവാനാണ്, കോടീശ്വരനാണെന്ന് നിനക്കുണ്ടെങ്കിലും, കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാതെ ഈ ലോകത്തിൽ വെച്ച് നീ മരിച്ച് നിന്റെ ജഗത്തിന്റെ ആത്മാവ് മാറിക്കഴിയുമ്പോൾ മാനസാന്തരപ്പെടാത്തവന്റെ ആത്മാവ് മുഴുവൻ ഈ യാതന സ്ഥലത്ത് ചെല്ലും. അപ്പോൾ നിന്നെ ഇവിടെ ധനവാനെന്ന് വിളിച്ചവരും നിന്നെ കൊണ്ടു നടന്ന് ചുമന്നുകൊണ്ട് നടന്നവനും ആരും നിന്നോടൊപ്പം കാണത്തില്ല. യാതന സ്ഥലത്ത് നിന്റെ പേര് പാപി എന്നായി മാറും. സഹോദരൻ, അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ. ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. അതേ സമയം തന്നെ സ്വർഗത്തിലുള്ള വിശുദ്ധന്മാര് അല്ലുയ്യ സ്തോത്രം അല്ലുയ്യ അവർ ദൈവസനയിൽ അല്ലുയ്യ ദൈവസനിൽ അല്ലുയ്യ 24 മണിക്കൂറും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഈ കാലഘട്ടത്തിൽ അനേകരും വിശുദ്ധന്മാരോടും വിശുദ്ധകളോടൊക്കെ പ്രാർത്ഥിക്കുക. വിശുദ്ധന്മാരോടും വിശുദ്ധരായി പ്രഖ്യാപിച്ചവരോടും അല്ല പ്രാർത്ഥിക്കേണ്ടത്. സാക്ഷാൽ പ്രാർത്ഥിക്കേണ്ടത് യേശുക്രിസ്തുവിനോടാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. അല്ലേരിയ. ആമീൻ. രാത്രിയും പകലുമില്ലാതെ അല്ലേരിയ ഇടപെടാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിക്കുന്നൊരു കൂട്ടം സ്വർഗത്തിലുണ്ട്. കോടാനുകൂടി കെരൂബുകളും സാറാബുകളും വിശുദ്ധന്മാരും അടങ്ങിയ വലിയ സംഘത്തിന്റെ നടുവിൽ ആമീൻ സിംഹാസനത്തിലിരിക്കുന്നവരുടെ പിതാവിന്റെ സന്നിധിയിലും കമണ്ട് വീണ് അവനെ സ്തുതിച്ച് മഹത്വപ്പെടുന്ന ആ കൂട്ടത്തിൽ നിനക്ക് ചെല്ലണമെങ്കിൽ അല്ലേലിയ ഇവിടെ വെച്ച് മാനസാന്തരപ്പെടണം. പ്രൈസലോ. അല്ലേലിയ. ഈ പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കര ഭക്തന്മാരാണ്. ഞാൻ വിശ്വാസത്തിൽ വരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ഭക്തന്മാരാണ്. ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിൽ പോകുന്നവരും പെന്തക്കോസുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ പെന്തക്കോസ് പോലെ ഉണ്ട്. അവരൊക്കെ ഞായറാഴ്ചയൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അവരെക്കാട്ടി വലിയ ഭക്തന്മാരായി. എങ്ങനെയാണെന്നറിയോ ഞങ്ങളുടെ ഭക്തി? ഞങ്ങൾ രാവിലെ ഒന്നിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അധ്വാനിച്ച മുഴുവൻ ഞങ്ങൾ വീട്ടുകാരെ നോക്കാതെ അതുകൊണ്ട് ഞങ്ങൾ കൽഷാപ്പിൽ പോകും. കള്ളുഷാപ്പിൽ പോയി എന്നിട്ട് കുറെ കള്ളുമൊക്കെ വാങ്ങി മുമ്പ് വെച്ചിട്ട് കുടിച്ചങ്ങോട്ട് സുബോധം നഷ്ടപ്പെട്ട് ലെവല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പള്ളി ഞങ്ങൾ ഭയങ്കര ക്രൈസ്തവരുടെ പാട്ട് പാടും. കാരണം അത് കേട്ട് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാടാം. എന്നാൽ ഞങ്ങളുടെ വിഷയം ഞങ്ങൾ വലിയ ഭക്തന്മാരാണെന്നാ. പിന്നീട് സുബോധാത്മാവിനെ വന്നപ്പോഴാണ് ചെയ്തു കുട്ടി മ്ലേച്ഛത മനസ്സിലായത്. ഞാനടക്കം വന്ന് ചെയ്തു കൂട്ടിയതും അന്നത്തെ കൂട്ടുകമ്പനിക്കകത്തിരുന്ന ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നൊക്കെ പറഞ്ഞ് ആ മ്ലേച്ഛതയെ മനസ്സിലാക്കിയത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്, തീർത്ഥാടനത്തൊക്കെ പോയിട്ടുണ്ട്, മെഴുകുതിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി പാവിയായി എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് എനിക്ക് സുബോധം വന്നപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അല്ലേലിയ. അവിടെ സ്വസ്രോതാവി
നീ മാനസാന്തരം മടങ്ങുക. നിനക്ക് അവസരം ദൈവം തന്നിരിക്കുക. ഈ പ്രഭാതം കൂടെ നീ കണ്ണു ചിമ്മി തുറന്ന് എഴുന്നേറ്റ് വന്നതിന്റെ കാരണം എന്താ? നിന്റെ നരകത്തിലേക്ക് വിടാതിരിക്കാൻ, നിന്റെ ആത്മാവ് നിത്യ യാത്ര സ്ഥലത്ത് പോകാതിരിക്കാൻ ദൈവം നിനക്കൊരു അവസരം കൂടെ തന്നിരിക്കുക. എന്തിന്? നിന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിപ്പാൻ. ഈ ഭൂമി നിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുക, അവസാന നാളുകളിൽ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറിടുമ്പോൾ ആത്മാവ് യാതൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ, നിന്റെ ആത്മാവ് നിത്യരാമായ പരദീസയിലെത്താൻ വേണ്ടിയിട്ട് ദൈവം നിനക്കുന്നൊരു അവസരം തന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്കൊരു അവസരം തന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ 24 മണിക്കൂറും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ ഒരാള്. ഇപ്പൊ ഈ ധനവാൻ യാതന സ്ഥലത്ത് കിടന്ന് പറഞ്ഞ് ഒന്നാമത്തെ പ്രാർത്ഥന ഒരു വിഷയം എന്താണെന്ന് അറിയാവോ? ആമീൻ. ഹല്ലേലൂയ. അവിടെ പറയാണ് സഹോദരൻ പറഞ്ഞ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അബ്രഹാം പിതാവി, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ ഹല്ലേലൂയ, എന്നോട് കനിവുണ്ട്. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഈ നരകത്തിൽ പുള്ളിയുടെ തൊണ്ട വരണ്ടുപോയി. ഈ ധനവാന്റെ തൊണ്ട യാതൊരു വരണ്ട് പുള്ളി വരട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുക. അല്ലേ? നരകത്തിലൊപ്പം ദാഹമുണ്ടെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ ഈ യാതന സ്ഥലത്താണ്. ഇനി ന്യായവിധിന്ന് പുള്ളി നിത്യ നരകത്തിലേക്ക് കിടാത്തതെയും ചാകാത്ത പുഴുള്ള സ്ഥലത്ത് ചേരും. അപ്പം പുള്ളി എത്രമാത്രം തൊണ്ട വരണ്ട് ദാഹിക്കേണ്ടി വരും. അപ്പൊ എന്നെ കേൾക്കുന്ന ഇവിടെ നിന്ന് മരിച്ചു പോയ പലരും കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാതെ, രക്ഷകനായി സ്വീകരിക്കാതെ, കർത്താവിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്താതെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയ പലരുടെ ആത്മാവ് യാതന സ്ഥലത്ത് കിടന്നേ നിലയിൽ തന്നെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഭവനത്തിനകത്ത് എന്റെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, എന്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, എന്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവരിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി അവരവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരോട് പറയാൻ, ആര് കേൾക്കാനാ? ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ആരും കേൾക്കാനുമില്ല. അവിടെ കിടന്ന് തൊണ്ട വരണ്ട് കിടന്ന് നിലവിളിക്കുക. നിങ്ങൾ ആ വചനം യഥാർത്ഥമായിട്ടൊന്ന് വായിച്ചു നോക്കിയാട്ടല്ലിയ. എന്നാൽ സ്തോത്രം, വിശുദ്ധന്മാർക്ക് സ്വർഗരാജ്യത്തിൽ ദാഹമില്ല. വിശുദ്ധന്മാർക്ക് ഈ നരകത്തിൽ കിടക്കുന്ന ധനവാന്റെ അവസ്ഥ പോലെ സ്വർഗരാജ്യത്തിന് അങ്ങനെ അവസ്ഥയില്ല. സ്വർഗരാജ്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ കാമിൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 21-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. കണ്ടോ? യോഹന്നാൻ ദർശനമാണ്. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, പുതിയ ആകാശവും പുതിയ ഭൂമി കണ്ടുവന്ന്. ഹല്ലേലൂയ. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്: ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. എന്നിട്ട് അടുത്ത വാക്യം വെളിപ്പാട് 21-ന്റെ ഹല്ലേലൂയ അടുത്ത ആ വാക്യം പറയുമ്പോൾ കാണുന്നുണ്ട്: അവൻ അവരുടെ കൂടെ ഇരിക്കും, ദൈവം അവരുടെ ദൈവമായി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മുടെ ദൈവം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. ഇനി മരണം ഉണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമതേത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിൽ കഷ്ടമില്ല, കണ്ണുനീരില്ല, മുറവിളിയില്ല, അവിടെ വിശപ്പില്ല, ദാഹമില്ല. ഈ ധനവാൻ യാത്രസ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളി സ്വർഗരാജ്യത്തില്ല. സ്വർഗരാജ്യ സന്തോഷത്തിന്റെ അനുഭവമാണ്. അവിടെ ദൈവവും തന്റെ ജനവും ദൈവവും മണവാട്ടിയുവാ. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക്, കഷ്ടമില്ലാത്ത ലോകത്തിലേക്ക്, മുറവിളില്ലാത്ത ലോകത്തിലേക്ക്, നരകാഗ്നി അല്ലാത്ത നിത്യമായ സ്വർഗീയ പരദീസിലേക്ക് ദൈവം നിന്നെ ക്ഷണിക്കുക. ഹല്ലേലൂയ.
പാവത്തിനെ കുറെ കാലങ്ങളായി ക്ഷണിക്കുന്നു. എത്രയോ പ്രാവശ്യം ദൈവത്തിന്റെ ദാസിദാസന്മാർ നിന്റെ വീട്ടിൽ സുവിശേഷമായി കടന്നു, ട്രാക്റ്റുകളുമായി കടന്നു വന്നു. എത്രയോ പ്രാവശ്യം പൊതുവേദികളിൽ നീ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് കേട്ടു. എത്രയോ പ്രാവശ്യം കൺവെൻഷൻ പ്രസംഗം നീ കേട്ടു. എതിരെ പറയും നിന്റെ വീട്ടിലിരിക്കുന്ന ടിവിയുടെ അകത്ത് നീ ദിനംതോറും കാണുന്നില്ലേ? നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ഇഷ്ടംപോലെ ഈ ദൈവിക സന്ദേശം നിന്നെ ക്ഷണിക്കുന്ന നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചു സന്ദേശം നീ കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിൽ വന്നവരെ നീ ആട്ടിയിറക്കി ഓടിച്ചിട്ടില്ലേ? ട്രാക്റ്റുമായി കടന്നു വന്ന സുവിശേഷമായി കടന്നു വന്ന ദൈവദാസന്മാരെ നീ ഓടിച്ചിറക്കില്ല. അവരുടെ മേൽ കരിയോയിൽ വാരി ഒഴിച്ചില്ല. അവരുടെ മേൽ കതക് കൊട്ടി അടച്ചിട്ടില്ലേ? അവരുടെ മേൽ ചാണകം തളിച്ചൊഴിച്ചിട്ടില്ലേ? അവരുടെ മുഖത്ത് തുപ്പിയില്ലേ? അവരുടെ കന്നത്തടിച്ചില്ലേ? എന്തിനു ദിവസം മടക്കേണ്ടി ദൈവദാസന്റെ വായിൽ ചാണകം കുത്തിക്കേറ്റിയില്ലേ? അല്ലേലിയ. എത്രയോ ആളുകളെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അല്ലേലിയ. സ്തോത്രം. പ്രൈസറോ. ഭൂമിയിൽ അല്ലേലിയ, ഭൂമിയിലെ നീ ചെയ്തു കൂട്ടിയ സകല ദുഷ്പ്രവർത്തിക്കും നീ പകരം കൊടുക്കേണ്ടി വരും. നീ കണക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവിടെ നിന്റെ നിയമങ്ങൾ സംരക്ഷിച്ചേക്കാം. ഇപ്പൊ നമ്മൾ വടക്കേണ്ടതിന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് രാജ്യങ്ങൾ ഭരിക്കുന്നവരുടെ ഒത്താശയോടെ ഭരണാനുമതിയോടുകൂടി അനവധി ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുവാൻ രക്തം ചൊരിയുമ്പോൾ ഓർത്തോണം, ഇതിന്റെ ന്യായവിധി ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഉപദ്രവം സ്വർഗരാജ്യത്തിൽ ഇതൊന്നുമില്ല കേട്ടോ. സ്വർഗരാജ്യത്തിൽ അവിടെ സ്വർഗീയ സന്തോഷമാണ്. നിന്റെ ശരീരത്തിന് ആത്മാവ് വേർവിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്ക് ഈ ലോകമായിട്ട് ബന്ധമുള്ളത് നമ്മൾ ഈ ലോകത്തിന് ജീവനോടെ ഇരിക്കുമ്പോഴാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞ ഈ ലോകമായിട്ട് ഇവിടുത്തെ കൂട്ടുകെട്ടുകളുമായിട്ട് നമ്മുടെ ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കി അതുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ആത്മാവിനെ ദൈവം എന്ത് ചെയ്യും? ഞാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടെടുക്കപ്പെട്ടവരുടെ ആത്മാവ് ദൈവരാജ്യത്തിലും പാപത്തിൽ ജീവിക്കുന്നവന്റെ ആത്മാവ് നിത്യനരകത്തിലും. മല്ലേരിയ. മാനസാന്തരപ്പെടണം കേട്ടോ. രക്തഞ്ചയം. മല്ലേരിയ. നിങ്ങൾക്കറിയോ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ പണ്ട് വിശുദ്ധനൊന്നും ആയിരുന്നില്ല. വിശുദ്ധന് വേഷം മാത്രമേ ഉള്ളായിരുന്നു. വിശുദ്ധനാണെന്ന് പറയുവാൻ പേര് കൂടി ഞാൻ ക്രൈസ്തവനായിരുന്നു. പക്ഷേ ജീവിതം കൊണ്ട് പാപിയായിരുന്നു. അല്ലേരിയ. ജീവിതം കൊണ്ട് പേര് കൊണ്ട് ക്രൈസ്തവനാണെങ്കിലും ജനമെന്നെ ക്രൈസ്തവൻ എന്ന് കണ്ടാലും അവനെന്നെ ആ ക്രൈസ്തവ കുടുംബത്തിൽ അവരെന്നെ ചിത്രീകരിച്ചാലും എന്റെ ജീവിതം കൊണ്ട് ലോകം നോക്കി എന്റെ ജീവിതം കൊണ്ട് നോക്കും മുഴുവൻ പാപിയാ. പാപത്തിൽ ജീവിച്ചവനാ, പാപത്തിൽ നടന്നവനാ, പാപത്തിൽ വസിച്ചവനാ. എന്നാൽ എന്റെ ജീവിതം കൊണ്ട് നിത്യ നരകത്തിലേക്ക് പോകേണ്ട, ഈ യാതന സ്ഥലത്തേക്ക് പോകേണ്ട എന്നെ കർത്താവ് നരകത്തിന് വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, പാപത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്, എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്, എനിക്ക് ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് തന്നത് കൊണ്ടാണ്, എനിക്ക് സുബോധത്തിന്റെ ആത്മാവിനെ തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് സന്തോഷത്തോടെ ഈ ദൈവവചനം പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ യാതന സ്ഥലത്ത് ചെന്ന് കിടന്ന് നിലവിളിച്ചേനെ. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഒരൊറ്റ അവസരം ദൈവം നിനക്ക് തരിക. അല്ലേറിയ. ഒരൊറ്റ അവസരം കൂടെ ദൈവം നിനക്ക് തരുന്നത് നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലേറിയ. സ്തോത്രം. മടങ്ങി വരുവിന് അസമയമായി. നരകത്തിൽ ധനവാൻ അപേക്ഷിച്ച 2 അപേക്ഷകളിലും ആദ്യത്തെ അപേക്ഷ അവൻ തനിക്ക് വേണ്ടി തന്റെ നാവിനെ തണുപ്പിക്കണമെന്നാണ്. അല്ലേറിയ. രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്താ? തന്റെ സഹോദരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. രണ്ടും കിടന്ന് നരകത്തിൽ കിടന്നാ പറയുന്നത്. നരകത്തിൽ ചെന്ന് കിടന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രേസലോട്. അല്ലേലിയ. അല്ലേലിയ. സ്തോത്രം. ഒരിക്കലേ പത്തനംതിട്ട സബ്ജയിൽ എന്നെ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്തിട്ടു. അല്ലേലിയ. 2000 കേട്ടോ. പത്തനംതിട്ട സബ്ജയിൽ എന്നെ കൊണ്ടിട്ടു. പത്തനംതിട്ട സബ്ജയിൽ എന്നെ കൊണ്ടിടുമ്പോൾ ഞാൻ ഈ മദ്യമൊക്കെ കുടിച്ച് കഞ്ചാവും ഒക്കെ വലിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ സുബോധമൊന്നുമില്ല. അല്ലേ? പോലീസ് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മദ്യവും ഒക്കെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചില വട്ടനെ പോലായി, ഭ്രാന്തനെ പോലായി മാറി. അപ്പൊ ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി, പ്രശ്നം സൃഷ്ടിക്കാൻ തുടങ്ങി. അല്ലേലിയ. എന്നെ പുറത്തിറക്കി വിടണം. അല്ലേലിയ. ഞാനിപ്പോഴും രാത്രിയിലൊക്കെ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞേ, എന്നെ ഇറക്കി വിട്, ഞാൻ പോയിട്ടേക്ക് വരാം. പോലീസുകാരോട് പറഞ്ഞേ, എന്നെ ഒന്ന് ഇറക്കി വിട്, ഞാനിപ്പം കിട്ടുന്ന വണ്ടിക്ക് പോയി എന്റെ നാട്ടിൽ ചെന്ന് മുണ്ടും ഉടുപ്പൊക്കെ എടുത്തൊന്ന് ഞാൻ തിരിച്ചു വരാൻ സാറേ, എന്നെ ഇറക്കി വിടാൻ പറഞ്ഞെന്നൊക്കെ പിന്നീട് അവർ പറയുന്നത് കേട്ടു. എന്ന് പറഞ്ഞാൽ ജയിലിൽ ചെന്ന് കിടന്നപ്പോ എന്ത് ചെയ്തു? സുബോധം നഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് സുബോധം നഷ്ടപ്പെട്ടു. ഈ സങ്കടമെല്ലാം ഉള്ളിൽ കയറി അവിടെ നിലവിളിച്ച് അവരോട് പറയും, എന്നെ ഒന്ന് ഇറക്കി വിട്, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ. അവരെ ഇറക്കി വിടുവോ?
അവരൊരിക്കലും ഇറക്കി വിടത്തില്ല. കാരണം ഞാൻ പിടിക്കപ്പെട്ട പുള്ളിയാണ്, പിടിക്കപ്പെട്ട് എന്നെ പിടിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തു വിടത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് യേശുവിനെ അറിയാതെ നീ മരിച്ചാൽ സാത്താനും അവന്റെ കിങ്കരന്മാരും കൂടെ നിന്നെ നരകമാകുന്ന തടവറയിലേക്ക്, ആ യാതന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ തടവറയ്ക്ക്, ആ യാതന സ്ഥലമാകുന്ന തടവറയ്ക്കകത്ത് കിടന്നുകൊണ്ട് ഞാനിപ്പം വീട്ടിൽ പോയിച്ചു വരാൻ സഹോദരന്മാരോട് പറഞ്ഞേച്ചു വരാൻ, സഹോദരി പറഞ്ഞു വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരരുത് പറഞ്ഞു, ഞാൻ പോയിട്ട് ഉടനെ വരാമെന്നൊന്നും അവിടെ പറയാനും കേൾക്കാനും ആളില്ല കേട്ടോ. ഞാനത് എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച ആളാണ് കേട്ടോ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാനൊരു പ്രാർത്ഥനയെ പോലെ ജയിലിൽ കിടന്ന സമയമൊക്കെ ലേലിയ. പക്ഷെ ദൈവം എനിക്ക് സുബോധത്തിന്റെ ആത്മാവിനെ തന്നപ്പോഴാണ് ഞാൻ ചെയ്ത മ്ലേച്ഛതകളെല്ലാം മനസ്സിലാക്കിയത്. ലേലിയ, അതെ, ഇന്ന് പകരം ഞാൻ ഈ വചനമൊക്കെ വിളിച്ചവന്റെ അനുഭവങ്ങൾ കൂടെ കേട്ടോ. ലേലിയ, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര, നീ മാനസാന്തരം വിട്ട് മടങ്ങി. കള്ളുകുപ്പി ഇതിന്റെ കയ്യിൽ നിന്ന് താത്തി വൈ, ബ്രാൻഡിക്കുപ്പി താത്തി വെച്ചിട്ട് വാ. നീ വലിക്കുന്ന പുകയില, നീ വലിക്കുന്ന സിഗരറ്റുകൾ മാറ്റി വെച്ചിട്ട് വാ. കഞ്ചാവും ചരസും കറുപ്പം നീ ഉപയോഗിക്കുന്ന MDMA പോലുള്ള ശാപം അടക്കമുള്ള എല്ലാ ലഹരിയും മാറ്റി വെച്ചിട്ട് വാ. നിന്റെ കയ്യിലിരിക്കുന്ന നിന്റെ പോക്കിലേക്ക് തമ്പാക്കും പാൻമസാലകളും പാൻപരാവും ഒക്കെ മാറ്റി വെച്ചിട്ട് നീ മടങ്ങി വാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ എല്ലാ കോളരായ്മകളെ നീ മാറ്റിവെച്ചിട്ട് മടങ്ങി വന്നിട്ട് ലാസറിനെ പോലെ ദൈവഭയത്തോടെ ജീവിക്ക്. ആ ലാസറിനെ പോലെ ദൈവഭയത്തോടെ ജീവിച്ചാൽ നിനക്കൊരു നിത്യത ഉറപ്പാ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. എന്നും ദൈവഭക്തനായിരുന്ന ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന എത്രയും ദൈവം കേൾക്കുന്നുവെന്ന് കുരുടനായ മനുഷ്യൻ കാഴ്ച പ്രാപിച്ചപ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്ന പരീശന്മാരോടും പുരോഹിതന്മാരും യഹൂദന്മാരോടും പറഞ്ഞതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപിയായ മനുഷ്യൻ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നീ പാപത്തിൽ മുങ്ങിക്കിടക്കുക, പാപത്തിൽ മരിച്ചു കിടക്കുക. നിനക്കൊരു അവസരം തരുന്ന പാപത്തിൽ കരകയറാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അതുകൊണ്ട് സുബോധമുള്ളപ്പോൾ നീ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം വായിക്കുന്നത് ഈ മനുഷ്യൻ 2 പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഞാൻ പോയി എൻ്റെ സഹോദരന്മാരോട് ഇതൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറയാൻ നിനക്ക് അവസരമില്ല. അവിടെ നിന്ന് നിനക്ക് ആരും പറഞ്ഞയക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തെ നോക്കുവിൻ, നിങ്ങൾ എൻ്റെ സഹോദരന്മാർ നന്നായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ വചനം കേൾക്കുമ്പോൾ നിന്റെ സഹോദരന്മാർ സഹോദരിമാർ നിന്റെ മാതാപിതാക്കൾ നന്നായിരിക്കണമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, അവർ യാതൊരു സ്ഥലത്തേക്ക് വരരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നീ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നീ മാനസാന്തരപ്പെട്ടിട്ട് ഈ സത്യവിശേഷം അവരോട് പറയണം. ഹല്ലേലൂയ. നീ ജീവനോടെ ഇരിക്കും പറയണം. ഹല്ലേലൂയ. നമുക്ക് നരകത്തിലേക്ക് പോകരുത്, യാതൊരു സ്ഥലത്തേക്ക് പോകരുത്. നമുക്ക് മുമ്പേ കടന്നുപോയ ധനവാൻ അടക്കമുള്ള അനവധി ആളുകളവിടെ ഉണ്ട്. നമ്മളവിടെ ചിലര് നമുക്ക് സ്വർഗം ദൈവം ഒരുക്കിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാ കുടുംബമായൊരു തീരുമാനം എടുക്കണം. രക്തം ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ യാതൊരു സ്ഥലത്ത് ചെന്ന് കിടന്ന് നിങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ തീജ്വാലയിൽ കിടന്ന് വേദനിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. വേദനിക്കപ്പെടുകയാണ്. അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരുവാൻ ആരും കാണത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാൻ ആരും കാണത്തില്ല. ഇന്ന് എന്നെ കേൾക്കണം മാതാവേ, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിനക്ക് സമയാസമയം നേടിയെടുക്കാം. ചിലര് പറയാനുണ്ട്, ഞാൻ എന്താഗ്രഹിച്ചാലത് കൈവശമാക്കും, ഞാൻ എന്ത് നോക്കിയാലും എൻ്റെ കണ്ടുകൊണ്ട് എന്ത് കണ്ടാലും ഞാൻ അത് മേടിച്ചെടുക്കും, എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നില്ല, എനിക്ക് ആഗ്രഹമുള്ളതല്ലേ വാങ്ങിക്കൂട്ടുമെന്ന് നീ പറയാറില്ലേ? അല്ലേ? അങ്ങനെ ചെയ്യാറുമുണ്ടല്ലോ. പക്ഷേ നീ നരകാത്തിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിനക്ക് ആഗ്രഹമുള്ളത് ഒന്നും വാങ്ങിക്കൂട്ടാൻ അവിടെ കമ്പോളങ്ങളൊന്നും ഇല്ലെന്ന്, മാർക്കറ്റുകളൊന്നും ഇല്ലെന്ന്, അവിടെ സൂപ്പർ മാർക്കറ്റുകളൊന്നുമില്ല. അവിടെ നിന്നെ പോലെ യാതന അനുഭവിച്ച് നിലവിളിച്ച് തൊണ്ട വരണ്ട് കിടക്കുന്ന കൂടാനുകൂടി ദുഷ്ടന്മാരുണ്ട്. ആ ദുഷ്ടന്മാരുടെ അരികിലേക്കാണ് നീ ചെല്ലുന്നത്. അല്ലേ? അതിലൊരു ദുഷ്ടനായി മാറും നീ.
അതിനൊരു പാപിയായി മാറുന്ന ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെയാണ് നിനക്ക് അവസരം, ഭൂമിയിൽ ജീവിക്കുമ്പോഴ അവസരം. അതുകൊണ്ട് നീ നിന്റെ കുടുംബവും അവൻ നരകത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് യോശുവ നമുക്ക് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക്, എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് അവൻ ജീവിച്ചിരുന്ന യോശുവാണ് പുസ്തകം 24 അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആമേൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. അവൻ യോശുവ ആ അക്കരയിലേക്ക് മോവാബിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ദേവന്മാരും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. മോവാബിന്റെ ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മാമി യോശുവ പറഞ്ഞു, ഞാൻ അങ്ങോട്ടെങ്ങും വരുന്നില്ല, എന്നെ വിളിച്ച് വേദനിച്ച ഒരു ദൈവമുണ്ട്. ആമീൻ. ഇസ്രായേലിൽ എന്റെ പിതാക്കന്മാരെ നടത്തിക്കൊണ്ടുവന്ന ദൈവമുണ്ട്. എന്റെ മുമ്പിൽ ചെങ്കടൽ വിവാഹിക്കുന്ന ഞാൻ കണ്ടതാണ്. ആമീൻ. അല്ലെങ്കിൽ ഞാൻ അനവധി അനുഭവങ്ങളിലൂടെ കടന്നു വന്നു. അതുകൊണ്ട് ആമി എന്നെ നടത്തി എന്റെ ലീഡറായിരുന്നു മോശ. ആമി മരിച്ച ശേഷം എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല, ഞാനും എന്റെ കുടുംബവും എങ്ങോട്ടുമില്ല. അതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. അതെ, നിനക്ക് ചാങ്കൂറ്റത്തോടു കൂടി പറയുവാൻ, വിളിച്ചു പറയാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുക. അതുകൊണ്ട് നീ നിന്റെ കുടുംബമായി ആ യാതനയിലേക്ക്, ആ യാതന സ്ഥലത്തേക്ക് പോകരുത്. ഹല്ലേലൂയ. മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ഇവിടെ നിനക്ക് പണഭാരം ഉണ്ടായിട്ട് കാര്യം, നിനക്ക് ആത്മഭാരം ആവശ്യം. പലർക്കും ഇവിടെ പണത്തെക്കുറിച്ചുള്ള ഭാരമാണ്. ഹല്ലേലൂയ. പക്ഷേ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് പണത്തെക്കുറിച്ചുള്ള ഭാരമല്ല, അവന് ആത്മഭാരമാണുള്ളത്. സ്വാർത്ഥതയുള്ള നിന്റെ ജീവിതത്തെ നീക്കിക്കളയണം. ഹല്ലേലൂയ. സ്വാർത്ഥതയുള്ള സ്വയത്വത്തിന്റെ, അഹങ്കാരത്തിന്റെ, നിഗളത്തിന്റെ, ഹുങ്കാരത്തിന്റെ, ഞാനെന്നുള്ള ഭാവത്തിന്റെ, ഞാൻ മാത്രം, എനിക്ക് മാത്രം, എന്റേത് മാത്രം എന്നൊക്കെയുള്ള ആ ചിന്താഗതി മാറ്റിവെച്ചിട്ട്, അഹങ്കാരത്തിന്റെ കുമ്പ് മുളച്ച ജീവിതം മാറ്റിവെച്ചിട്ട് നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നീ സുവിശേഷത്തിന്റെ വാക്താവായി മാറണം. ജയം. ഇന്ന് ഭൂമിയിലെ മനുഷ്യർക്കെല്ലാം അഹങ്കാരത്തിന്റെ കൊമ്പും ചിറകും വെച്ച് നടക്കുക. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ ദൈവമില്ലെന്ന് പറയുന്നത്. എത്രയോ ആളുകളെ ദൈവമില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും അങ്ങനെ ഒരുപാട് സംവാദക്കാരും വരുമ്പോൾ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വേദപുസ്തകം നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന 14 സങ്കീർത്തനത്തിലും 53 സങ്കീർത്തനം വരുമ്പോൾ കാണുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ലെന്ന് ആരാ പറഞ്ഞത്? മൂഢൻ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ, ഇപ്പം ദൈവമില്ലെന്ന് പറഞ്ഞ സകല മൂഢന്മാരും നരകത്തിൽ കിടപ്പുണ്ട്. ഞാൻ ഈ ദേശത്ത് വന്നപ്പോഴേ ഒരിക്കൽ അരി പിടിക്കാൻ മില്ലിൽ പോയി. അവർ ഭയങ്കര ക്രൈസ്തവ വിശ്വാസികളാണ്. എന്നും പള്ളിയിൽ പോകും, എന്നും പള്ളി കൃപാലയൊക്കെ സ്വീകരിക്കും. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് അവരുടെ വലിയ ഭക്തിനിർഭരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. അപ്പൊ ഞാനും സുവിശേഷകനായതുകൊണ്ട് അവരും ക്രൈസ്തവനാണ്, ഞാനും ക്രൈസ്തവനാണല്ലോ. അപ്പൊ ഞാനും സുവിശേഷം പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറയും, എനിക്കൊരു ദൈവത്തെ വിശ്വാസമില്ല. എനിക്കൊരു ദൈവത്തെ വിശ്വാസമില്ല. പള്ളിയിലിരിക്കുന്ന വിഗ്രഹങ്ങളൊന്നും എന്നോട് തരുമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെന്തിനാ നിങ്ങൾ പോകുന്നത്? അത് പിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അപ്പന്മാരടക്കം പോകുന്നതാ. അവിടെ എനിക്ക് പോകാതിരിക്കും, എന്റെ മക്കളൊക്കെ അങ്ങനെയല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ചിന്തിച്ച് സൗകര്യ പറഞ്ഞു, എന്റെ സൗകര്യം, നിങ്ങൾ നിൽക്കുന്ന സമുദായം ക്രൈസ്തവ മതമാണ്. നിങ്ങൾ എല്ലാ ദിവസവും പോകുന്നുണ്ട്, അവിടെ കുർബാന സ്വീകരിക്കും. നിങ്ങൾക്ക് ദൈവമില്ല എന്ന് എന്നോട് പറഞ്ഞത് മാത്രമേ പറയാം, വേറെ ആരോടും പറയരുത്. വേറെ ആരോടും പറഞ്ഞാൽ നിങ്ങളുടെ കുറവ് മനസ്സിലാകും. ഒന്നീ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, ഇല്ലെങ്കിൽ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകരുത്. രണ്ടും കൂടെ നിങ്ങൾ ചെയ്യരുത്. അല്ലെ, ഇരുതോടി കാല് വെക്കരുത്. ദൈവത്തെ മാമോനം കൊണ്ട് സേവിക്കരുത്. പിന്നെ കുറച്ചു നേരം എൻ്റെ സൗകര്യം വേണ്ടിയിട്ടില്ല. അരി പൊടിച്ച് തീർന്നു, ഞാൻ അരി എടുത്തുകൊണ്ട് പോന്നു. പിന്നെ സാധാരണ എന്തെങ്കിലും ചോദിക്കുക, കൂലിയൊക്കെ ചോദിക്കുക, അരി എടുത്ത് അതുപോലെ പൈസ മേടിച്ച് വെട്ടിയിലിട്ട് പിന്നെ വേണ്ടിയില്ല. പിന്നെ പിറ്റേ പ്രാവശ്യം പൊടിക്കാൻ ചെല്ലുമ്പോഴായിരുന്നു വേണ്ടത്. ഓർത്ത് നോക്കി, സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചിലതൊക്കെ. സുബോധത്തിന്റെ ആത്മാവില് നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയും. എല്ലാ മതത്തിലും നിൽക്കുന്നവർക്ക് അവരുടേതായ വിശ്വാസത്തിൽ നിൽക്കുന്നത്. ആ മതത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവമില്ലെന്ന് പറയത്തില്ല. ഇപ്പം ഹൈന്ദവരോട് ഞങ്ങളുടെ മതത്തിൽ വെച്ച് ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് അവർ പറയും. അവിടുത്തെ ഇസ്ലാമിനോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് അവരും പറയും. ക്രിസ്ത്യാനോട് ചോദിച്ചാൽ അവരും പറയും. അത് ബുദ്ധമതക്കാരനോട് ചോദിച്ചാൽ, ജൈന മതക്കാരനോട് ചോദിച്ചാൽ, സിഖ് മതക്കാരനോട് ചോദിച്ചാലും, പാർസി മതക്കാരനോട് ചോദിച്ചാൽ അവരും അത് പറയും. അല്ലേരിയ. പക്ഷെ ഇതൊന്നും ഇല്ലെന്ന് പറയുന്ന ആളെന്ത് ചെയ്യും? അല്ല, അവനെ പറയുന്ന പേരാണ് മൂടൻ. അല്ലേരിയ. അവനെ പറയുന്ന പേരാണ് മൂടൻ. ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു.
ഹല്ലേലൂയ. അവർ മ്ലേച്ഛമായ വഴിയിലൂടെ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതനാണ്, നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നാം ഈ ജീവിക്കുന്ന ഭൂമിയിൽ നമുക്ക് സുബോധം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഭ്രാന്തന് തുല്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്താൻ, ശുദ്ധീകരണം വരുത്തുവാൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് 33 തിരുവയസ്സോടെ ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ സ്നാപകനാൽ യോർദാനിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കരക്ക് കയറിയപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കും. ദൈവശബ്ദം കേട്ട് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ദേഹരൂപത്തിൽ യേശുവിനെ ഇറങ്ങി വന്ന് യേശു 40 ദിവസം മരുഭൂമിയിൽ ഉപവാസത്തോടെ, അതിനുശേഷം യേശുവിന് വിശുദ്ധ പരീക്ഷകൻ ഒരിക്കൽ വന്ന് യേശുവിനെ 3 പരീക്ഷകളിലൂടെ പരീക്ഷയിൽ അകപ്പെടുത്താൻ നോക്കിയ 3 പരീക്ഷയിൽ ജയിച്ച് യേശുവിന്റെ ശുശ്രൂഷയുടെ പരശുശ്രൂഷയുടെ 3.5 വർഷം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് സുബോധം വരാൻ വേണ്ടി വചനം പറഞ്ഞു തന്നത്. ഹല്ലേലൂയ. എന്നിട്ടും നിനക്ക് സുബോധം വന്നില്ലെങ്കിൽ നിന്റെ തലയ്ക്കകത്ത് കളിമണ്ണോ ചേർവായിരിക്കും. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ യേശു പറഞ്ഞ സുവിശേഷം, യേശു നമുക്ക് തന്ന ജീവൻ, നിത്യജീവൻ, ആ യേശു കാണിച്ചെന്ന മാർഗം, ആ ഒരു മാർഗമാണ് നമ്മെ നരകവും സ്വർഗവും തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നരകവും സ്വർഗവും തിരിച്ചറിയാനുള്ള പ്രേരണയും അതിനുള്ള ബുദ്ധി, ജ്ഞാനം, കഴിവും, അറിവുമൊക്കെ നൽകി ദൈവം നിനക്ക് തരുമ്പോൾ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞാൻ വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. ഈ ഭൂമിയിൽ ചെറിയൊരു കാലം മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ എനിക്ക് ചെറിയൊരു കാലം മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങ് മെതൂശലേക്ക് ജീവിച്ചത് 969 ഹാനോക്കിന്റെ മകൻ മെതൂശലേഖാണ് ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടി. 969 വർഷം. ഒരു 1000 സംവത്സരം പൂർത്തീകരിച്ചില്ല. ആ 969 വയസ്സ് വരെ ജീവിച്ച ആ മനുഷ്യനെ പോലെ എനിക്കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോയേക്കാം. ഹല്ലേലൂയ. പക്ഷെ നീ ഇവിടെ മരിക്കും. ഹല്ലേലൂയ. അതിന്റെ ജീവിതം താൽക്കാലികമാണ്. നിന്റെ ജീവിതം താൽക്കാലികമായതുകൊണ്ട് നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ 16-29 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ മനുഷ്യൻ ധനവാൻ പറഞ്ഞു, ഞാൻ ലാസറിനെ നാട്ടിലേക്ക് അയക്കണം, വീട്ടിലേക്ക് അയക്കണം, എന്റെ സഹോദരന്മാരോട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം പറയുകയാണ്. അബ്രഹാം അവരോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ മാത്രമേ അവർ മാനസാന്തരപ്പെടൂന്ന് എന്ന് പറഞ്ഞു. അബ്രഹാം അവരോട്, അവർ മോശയുടെയും പ്രവാചകന്റെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും കേൾക്കത്തില്ല. ഈ ദൈവം പറയാണ് അല്ലെങ്കിൽ അബ്രഹാം പറഞ്ഞ മോശയുടെ പ്രവാചകൻ വാക്ക് കേൾക്കട്ടെ. അപ്പൊ ഇവർ അല്ല, മോശയുടെ പ്രവാചകന്മാരുടെ വാക്ക് കേട്ടോ മരിച്ചവരിൽ ഒരുത്തൻ ചെല്ലണം. എന്നെ കേൾക്കുന്ന പ്രിയസ്രോതാവി, മരിച്ചവരിൽ ഒരുത്തൻ വന്ന് നീ സുവിശേഷം പറയത്തില്ല. യേശു നിനക്ക് സുവിശേഷം വെളിപ്പെടുത്തി തന്നു. ആ സത്യത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് പറഞ്ഞു എന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാത്ര സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. അതെ, ഈ ഒരു കഥ, ഈ ഒരു പുസ്തകം, ഈ വചനം നമുക്ക് തന്നത് നാം ഭൂമി ജീവനോടെ ഇരിക്കും മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. ആരെങ്കിലും മാനസാന്തര പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം ഒരു അവസരം തന്നിരിക്കുക. മാനസാന്തരപ്പെടാൻ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിനും ഭാരത ലോകരെ 800 കോടി ജനം തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ജയശുദ്ധൻ ബാലി കോമാരി യുവരത്തിലും വാർത്തകിലും ഞാനും വൃത്തരശന യാജ് റോഹ്മൻ ചോളൊരു തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, ക്രമസമാധാന നിയമവാദികൾ, ജുഡീഷ്യറി, കർത്താവേ, ഹല്ലേലൂയ, സകല ജനത്തിൽ ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. മദ്യത്തിന് മയക്കും വൻസിലേക്ക് അടിപ്പെട്ട് എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ, എല്ലാ തീവ്രവാദ ഭീകര വർഗീയതയിലായിരിക്കും എല്ലാ ദൈവമില്ലെന്ന് പറയുന്ന എല്ലാ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സുവിശേഷത്തിലൂടെ കർത്താവേ വീണ്ടും ജനം പ്രാപിച്ച് നിത്യതയെ ജനം കാണുവാൻ വേണ്ടി ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരും നരകാതിയിലേക്ക് പോകാതെ, ധനവാനെ പോളി യാതൊരു സ്ഥലത്ത് എന്ന് വരണ്ട അനുഭവത്തിലേക്ക് പോകാതെ ഈ
ജനത്തിന് മനസ്സാമെ കൊടുക്കണമേ, ഒരു മടങ്ങിയവർ കൊടുക്കണമേ. ഇന്നുപോലെ കർത്താവ് 2 വീലർ 3 വീലർ 4 വീലർ യാത്ര ചെയ്യുന്നവർ, ദേശത്തും വിദേശത്തുമായിരിക്കണം ദൈവമക്കൾ, ഹല്ലേലൂയ. ഹെവി വാഹനം ഓടിക്കുന്നവർ, കരയിലും കടലും ആകാശമാർഗം ഓടിക്കുന്നവർ, വിവിധ വ്യാപാര രംഗത്തായിരിക്കുന്നവർ, വഴിയോര കച്ചവടക്കാർ, വിവിധ മേഖല കൺസ്ട്രക്ഷൻ രംഗത്ത്, മോട്ടോർ രംഗത്ത് ആയിരിക്കുന്ന എല്ലാവരെയും, കാർഷിക ക്ഷീരമേഖലയായിരിക്കുന്ന എല്ലാ ജനതയും കർത്താവെ, സ്തോത്രം, പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന, ഖനികളിൽ ജോലി ചെയ്യുന്ന, ആഴക്കടൽ മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്ന, ഹല്ലേലൂയ, വിവിധ ഖനികളിൽ ജോലി ചെയ്ത് എല്ലാവരും ഞാൻ ഓർക്കുന്നു. ആരും നഷ്ടപ്പെട്ട് ഈ യാത്ര സ്ഥലത്ത് പോകാതെ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ലാസനെ പോലെ ദൈവരാജ്യത്തെ സന്തോഷം അനുഭവിപ്പാൻ ജനത്തെ ഒരുക്കണമേ, സകലമുഖത്ത് ഒരുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.